ഒരു പരത്തലിൽ തന്നെ ഒരു 10-25 സമൂസ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ വലിയ പണിയൊന്നുമില്ലാത്ത ഈ ഒരു സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല ക്രിസ്പിയും അതേപോലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു സമൂസയുടെ റെസിപ്പി ആയിട്ടോ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അന്നേരം പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈം ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിൽ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടാൽ നമ്മൾ സമൂസൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 1.5 ഗ്ലാസ് മൈദയിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ബോൾ 2 പാർട്സ് ഒരേ വലിപ്പത്തിലുള്ള 2 ബോളുകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കട്ടിംഗ് ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കട്ടിംഗ് ബോർഡ് നല്ല ഉപകാരപ്രദമായ കട്ടിംഗ് ബോർഡ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈ മാവൊക്കെ കുഴക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു കട്ടിംഗ് ബോർഡ് തന്നെയാണ് സ്റ്റീലിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. അപ്പം മറ്റേതൊക്കെ ആകുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ വറ്റിലൊക്കെ പോകില്ല. ഇതാകുമ്പോൾ ഒന്നും ആവില്ല, കുറേ കാലം എത്തുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായ കട്ടിംഗ് ബോർഡ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബൗളെടുത്ത് പരത്തി നല്ല രീതിയിലൊന്ന് വലുതാക്കി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റേതും അതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഒരു അച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ സമൂസൻ്റെ ഈ ആകൃതിയിലുള്ള ഈ ഒരു കള്ളിയിലേക്ക് എല്ലാ കള്ളിയിലേക്കും മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മസാല എല്ലാം എടുത്തതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിരിക്കുന്ന ഷീറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അമർത്തി പ്രസ് ചെയ്യണം. ആ സമൂസൻ്റെ ആ ഷേപ്പില്ലാതെ പുറത്തോട്ട് കാണുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സൈഡിലുള്ള മാവൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അപ്പോൾ ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഒരു 25 സമൂസ ഇതേപോലെ ആക്കിയെടുത്താൽ കിട്ടും കേട്ടോ. ഈ അച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ രണ്ടും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ സമൂസ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം സമൂസ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയും അതേപോലെ ടേസ്റ്റിയാണ്. അതേപോലെ ഈ ഒരു അച്ചിലിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് സമയമൊന്നും ഒട്ടും തന്നെ കളയാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ടൊന്ന് വാങ്ങും കേട്ടോ. ഇതും അതേപോലെ സ്റ്റീലിൻ്റെ ബോർഡും ഒക്കെ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്